മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. നടപ്പാൻ ത്രാണി പോരാത്ത കുഞ്ഞിനെ താൻ വനത്തിൽ വിടുമോ വാനരൻ പ്രിയ. അനച്ചപറ്റി വസിപ്പൻ മാറും ഇതിനു വേണ്ട സമസ്ത വഴിയും തനിക്കു ലഭിച്ച കഴിവ് പോലെ കൊടുത്തു പോറ്റുന്നതിന്റെ തള്ളയും തനിക്കു ലഭിച്ച കഴിവ് പോലെ കൊടുത്തു പോറ്റുന്നതിന്റെ തള്ളയും. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നു കാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ PC വർഗീസ് എറണാകുളം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിലെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ പ്രഭാതവന്ദനം. 41-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു: എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. വിശുദ്ധ ബൈബിൾ ആദിയോടന്തം നാം പരിശോധിച്ചാൽ ധാരാളം ഭാഗ്യവാന്മാരെ കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നുണ്ട്. അതിലൊരു ഭാഗ്യവാനെ കുറിച്ചാണ് ഇന്ന് ഈ രാത്രി സമയം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ആരാണ് മനുഷ്യൻ? എളിയവനെ, പാവപ്പെട്ടവരെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് മനുഷ്യനെ വ്യത്യസ്ത നിലകളിൽ കാണുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. എന്നും എപ്പോഴും പണമുള്ളവരെയും കഴിവുള്ളവരെയും ഭൗതികമായോ ശാരീരികമായോ മറ്റൊരാളെക്കാൾ ശ്രേഷ്ഠനായവരെ ബഹുമാനിക്കുകയും അവർക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യുന്ന ഒരു കാലത്തിലും ലോകത്തിലുമാണ് നമ്മൾ ഏവരും ജീവിക്കുന്നത്. നമുക്കറിയാം, ആത്മീക ഗോളത്തിലും ചിലയിടങ്ങളിലൊക്കെ ആ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനെ ഒരു വേർതിരിവ് ആരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പകരം ദൈവം അതിനെതിരെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇവിടെ വായിച്ചത് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ ആത്മീക വളർച്ച അതെത്രമാത്രം അവനിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ് എളിയവരോടുള്ള മനോഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഒന്നുമില്ലായ്മയിൽ കിടന്ന ഒരാൾ ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ അദ്ദേഹം നേടിയെടുത്ത അല്ലെങ്കിൽ ദൈവത്താൽ ലാഭിച്ചെടുത്ത നന്മകൾ ജീവിതത്തിൽ വരുമ്പോൾ ആ നന്മയുടെ പേരിൽ മറ്റൊരു എളിയവരെ ആദരിക്കാതെ ശ്രദ്ധിക്കാതെ നാം കണ്ണടച്ചു പോകുന്നത് ദൈവസന്നിധിയിൽ നീതിയുക്തമായൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ എളിയവരോട് നമുക്കൊരു അനുകമ്പ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനും എളിയവരോട് വളരെ മനസ്സലിവ് ഉള്ളവരായിരുന്നു. രോഗികളോട് കർത്താവിന് മനസ്സലിവുണ്ടായി. ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിഹ്നിച്ചു തിരിയ ജനത്തെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിവുണ്ടായി. ഭക്ഷണമില്ലാതെ ഭാരപ്പെടുന്നവരെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിവുണ്ടായി. അങ്ങനെ കർത്താവിൻ്റെ മനസ്സ് എളിയവരോട്, ആവശ്യമുള്ളവരോട്, ആവശ്യക്കാരോട് കർത്താവിൻ്റെ മനസ്സ് വളരെ താഴ്മയും വിനയവും സഹായവും നൽകുവാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സായിരുന്നു.
ഇതേ മനസ്സും ഇതേ ഭാവവും ജീവിതത്തിൽ ഒപ്പിയെടുക്കേണ്ടവരാണ് ക്രൈസ്തവർ അഥവാ ദൈവമക്കൾ എന്ന് പറയുന്നത്. എന്നാൽ പലർക്കും പലയിടത്തും ഇങ്ങനെയൊരു സ്വഭാവം വെളിപ്പെടുത്തുവാൻ, എളിയവരോട് കരുണ കാണിക്കുവാൻ, എളിയവന്റെ സങ്കടത്തെ കേൾക്കാൻ, അവന്റെ കണ്ണുനീരിനെ ഒന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ ഒരു പരമമായ സത്യം. എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര വിദ്യാ ബഹുത്വമുള്ളവനാണെങ്കിലും, എത്ര സ്വത്തുള്ളവനാണെങ്കിലും എളിയവരോട് ഒരു ആദരവും അവരോടൊരു അനുകമ്പയും നമ്മൾ കാണിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സമ്പന്നനായി മാറുന്നത്. എളിയവനോട് ആദരവ് കാണിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പാകെ ഭാഗ്യവാനാണ്. ഒരുപക്ഷെ ലോകത്തിന് മുമ്പാകെ ഇവനെത്ര ഭോഷനാണ്, ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവൻ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു പക്ഷെങ്കിൽ ആളുകൾ ചോദിച്ചേക്കാം, ചിന്തിച്ചേക്കാം. എന്നാൽ അങ്ങനെയൊരു മനസ്സും മനോഭാവം ഉള്ളവരോട് ദൈവത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് അവരെ ഭാഗ്യവാന്മാരുടെ ഗണത്തിലാണ് ദൈവം കാണുന്നത്. എളിയവരെ ആദരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. 41-ാം സങ്കീർത്തനത്തിൽ ഒന്ന്, അനർത്ഥ ദിവസത്തിൽ ദൈവം അവനെ വിടുവിക്കും. ദൈവം എന്നെ അനർത്ഥ സമയങ്ങളിൽ വിടുവിക്കാൻ വേണ്ടിയല്ല ഞാൻ സഹായിക്കുന്നത്, പകരം ഞാനൊരു ദൈവമകനായതുകൊണ്ട് ദൈവത്തിന്റെ ആർദ്രതയും മനസ്സലിവും ഞാൻ പ്രതിബിംബിക്കേണ്ടതായ വെളിപ്പെടുത്തുവാൻ ആവശ്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ അനർത്ഥ ദിവസത്തിൽ ദൈവം നമ്മെ വിടുവിക്കും. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഏതൊരാൾക്കും ഏതൊരു സമയത്തും അടിയന്തരമായ ഒരു ആവശ്യം വരാൻ, അനർത്ഥങ്ങൾ വരാൻ, അപ്രതീക്ഷിതമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളോട് നമ്മൾ കടന്നു പോകേണ്ടി വരാം. എത്ര പണമുണ്ടെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും, എത്ര സ്വാധീനമുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല കാര്യങ്ങളുടെ ഗതി എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ചില അനർത്ഥങ്ങളിലൂടെ, പ്രയാസങ്ങളുടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതും നമ്മെ സഹായിക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അതൊരു അനുഗ്രഹം തന്നെയാണ്. ഇന്ന് രാവിലെ ആ ദൈവത്തിന്റെ മുൻപാകെ ഒരു ഭാഗ്യവാനായി, ഒരു ഭാഗ്യവതിയായി നാം തീരണമെങ്കിൽ അനർത്ഥ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി താണു ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ മനോഭാവത്തെ മാറ്റുവാൻ ആവശ്യമുണ്ട്. എന്താണ് നമ്മുടെ മനോഭാവം? എങ്ങനെയായിരിക്കേണ്ടതാണ്? എളിയവരോട് ഒരു മനോഭാവം അഥവാ താഴ്മയുടെ, സ്നേഹത്തിന്റെ, കരുതലിന്റെ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. രണ്ടാമത്തെ അനുഗ്രഹം, അവന്റെ ജീവനെ കാത്തു പരിപാലിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. ഒരു അനർത്ഥവും ഭവിക്കാതെ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാതെയും ഉറങ്ങാതെയും നമ്മെ എത്ര അത്ഭുതമായിട്ട് കാത്തു പരിപാലിക്കുന്നു. എല്ലാവരെയും ദൈവം കാത്തു പരിപാലിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു ബ്ലെസ്സിങ്സ് എന്ന നിലയിൽ, അനുഗ്രഹം എന്ന നിലയിൽ പറയുകയാണ്, ദൈവം തന്നെ അങ്ങനെയുള്ളവരുടെ ജീവനെ പരിപാലിക്കുന്നു. നോക്കൂ, അതെത്ര വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നു, ദൈവം നമ്മെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു, ദൈവം നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാതെ നമ്മെ സൂക്ഷിക്കുന്നു. ഇതെല്ലാം ആർക്കുള്ള അനുഗ്രഹമാണ്? ഇത് എളിയവരെ ആദരിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ അനുഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാണ് വാസ്തവത്തിൽ യഥാർത്ഥ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭൗതികമായി, ശാരീരികമായി ഒക്കെ നന്മകൾ, അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടെ നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ശ്രോതാക്കളിൽ ആരെങ്കിലും
പാപമോചനം പ്രാപിക്കാത്തവരായി, ലംഘനം ക്ഷമിക്കപ്പെടാത്തവരായി, പാപപരിഹാരം ലഭിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിർഭാഗ്യവാന്റെ ഗണത്തിലാണ്. എന്നാൽ നിങ്ങൾക്കും ഭാഗ്യവാന്റെ ഗണത്തിലേക്ക് വരാൻ ഒരു അവസരം ദൈവം ഇന്ന് രാവിലെ നൽകുകയാണ്. എങ്ങനെയാണ് പാപം ക്ഷമിച്ച് കിട്ടുക? ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ പാപമോചനം പ്രാപിക്കുക. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ താൻ ചിന്തിയ രക്തം എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നുവെന്ന് നിങ്ങൾ ഇന്ന് രാവിലെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മനംതിരിവ്, മാനസാന്തരം ഉണ്ടായ നിങ്ങൾക്കും ഈ ഭാഗ്യവാന്മാരുടെ ഗണത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കും. അതങ്ങനെ നമുക്ക് ഒരുമിച്ച് ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിന് പ്രസാദകരമായി ഇന്ന് പകലിൽ എളിയവരോട് കരുണ കാട്ടി, സ്നേഹം കാട്ടി, കർത്താവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ദൈവം അതിന് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. അവിടുത്തെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ശീലം വരുത്താൻ മക്കളെ കഴുകൻ തൻ പുരമറിച്ചു വീണ്ടും കനിവ് കൊണ്ടതേ. പരക്കശീലം വരുത്താൻ മക്കളെ കഴുകൻ തൻ പുരമറിച്ചു വീണ്ടും കനിവു കൊണ്ടതിൽ. പറന്നു താഴെ പതിച്ചെൻ തോന്നി പിടച്ചു വീഴാൻ തുടങ്ങും നേരം. പറന്നു താഴെ പതിച്ചു തോന്നി പിടച്ചു വീഴാൻ തുടങ്ങും നേരം. പറന്നു താണിട്ടതിനെ ചിറകിൽ വഹിച്ചു വീണ്ടും നടത്തും തള്ളയും. പറന്നു താണിട്ടതിനെ ചിറകിൽ വഹിച്ചു വീണ്ടും നടത്തും തള്ളയും. എന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നു കാന്താനിൻ സന്നിധിയിലെന്നും